പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ ശ്യാം സുന്ദർ. ഞാൻ ഇന്ന് പറയുന്ന കാര്യം നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓട്ടോറിക്ഷ ഡ്രൈവറെ അല്ലെങ്കിൽ സ്റ്റാൻഡിലാണ് ആദ്യം പോവുക. അവിടേക്ക് ആയിരിക്കും എല്ലാ ആളുകളെയും, ആ ദേശത്തിലെ, പ്രദേശത്തിലെ, ആ സ്ഥലത്തിലെ എല്ലാ വ്യക്തികളുടെയും വിവരങ്ങൾ അറിയുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. അതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരുപക്ഷെ കട്ടർ റോഡിൽ കൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 രൂപ കൂടുതൽ ചോദിക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു വിഷമം. ആ 5 രൂപ കൂടുതലോ, അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണല്ലോ, അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ആ ജീവിതം ഒരു കാലത്ത് ഞാൻ അനുഭവിച്ചു വന്നതുകൊണ്ട് പറയുകയാണ്. കാരണം വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും നമ്മൾ ഇരുട്ടത്ത് രാത്രിയിൽ ഓരോ ഊടുവഴിയിലൂടെയൊക്കെ നൈറ്റ് വണ്ടി ഓടുമ്പോൾ അവരിൽ നിന്ന് ഒരു 5 രൂപ 10 രൂപ നമ്മൾ ചോദിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് പ്രത്യേകിച്ച് കുന്നംകുളത്ത് വൈശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വലാശ്ശേരി അല്ല, വൈശ്ശേരി എന്ന് പറയുന്ന സ്ഥലം കുന്നംകുളം RC പാർക്കിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് ഈ വഴി. അവിടെ നിന്ന് ഒട്ടനവധി ദൂരം യാത്ര തിരിച്ചപ്പോൾ ഒരു വലിയൊരു പണക്കാരനായ വ്യക്തി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, 10 രൂപ ഞാൻ രാത്രിയല്ലേ എന്നൊരു 10 രൂപ കൂടുതൽ തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ വരെ ആ വാക്ക് എത്തിച്ചേർന്നു. കാരണം കുന്നംകുളം സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന വണ്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അന്ന് SI ഇല്ലാത്തതുകൊണ്ട് ഗുരുവായൂർ സ്റ്റേഷനിലാണ് ആ കേസ് അന്ന് എടുത്തത്. കാരണം അത്രയ്ക്കും മോശമായ രീതിയിൽ, നീചമായ രീതിയിൽ ചില യാത്രക്കാർ പെരുമാറാറുണ്ട്, പറയാറുണ്ട്. അത് തെറ്റ് തന്നെയാണ്. കാരണം അനാവശ്യമായി അമിതമായ ചാർജ് ഈടാക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത്ര ദൂരം യാത്ര സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന് മിനിമം ചാർജ് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്നും കൂടുതൽ സമയം നമ്മൾ അസമയത്താണെങ്കിലും, നട്ടുച്ച സമയമാണെങ്കിലും, ഗട്ടർ റോഡാണെങ്കിലും, കയറ്റമാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ചെറിയ സംഖ്യ കൂടുതൽ കൊടുത്താൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ആ ഒരു ജോലി, ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന ജോലി അത്ര മോശമൊന്നുമല്ല. കാരണം മാന്യമായിട്ട് കഷ്ടപ്പെട്ട് രാവും പകലും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, ഒരു മെഡിക്കൽ കോളേജിൽ പോകണം, കയ്യിൽ കാശില്ലാത്ത രോഗിയാണെങ്കിൽ പോലും ഇതേ ഓട്ടോറിക്ഷക്കാർ അവരുടെ ജീവനും കൊണ്ട് ഓടുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ. കയ്യിൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് കാശ് പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കടം പറയും, എന്നാലും ശരി ഓടും. എന്തുകൊണ്ടാണ്? അത് മനുഷ്യത്വം എന്ന് പറയും. അത്രയും മനുഷ്യത്വമുള്ള ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്ന് പറയുന്നത്. ഒരു തർക്കവും വേണ്ട. ഇൻഷുറൻസ് തെറ്റിയിട്ടും, അതുപോലെ തന്നെ അടവ് തെറ്റിയ വണ്ടിയും, അതുപോലെ തന്നെ ഈ ടാക്സ് അടയ്ക്കാതെയും, അതും കൂടാതെ ചിലപ്പോൾ സ്വന്തമല്ലാത്ത വണ്ടി ആരുടെയും വാടകയ്ക്ക് എടുത്തിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. ഇവരെല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ 500 1000 രൂപ കിട്ടിയാൽ കിട്ടി. കാരണം ചിലപ്പോൾ 300 രൂപയും കൊണ്ടായിരിക്കാം പക്ഷേ അവർ കുടുംബത്തിലേക്ക് പോവുക, വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങി, എന്നിട്ടും നാളേക്കുള്ള പെട്രോൾ അടിക്കാൻ, ഡീസൽ അടിക്കാനുള്ള കാശ് പോലും ബാലൻസ് ഇല്ലാതെ ചെയ്യുന്ന ഒരു വിഷമം പിടിച്ച, കഷ്ടം പിടിച്ച ഒരു ജോലി തന്നെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന ജോലി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പാസഞ്ചേഴ്സ്, യാത്രക്കാർ നമ്മൾ പെരുമാറാൻ അവരോട്. കാരണം എല്ലാവരും മോശക്കാരായ ഓട്ടോ ഡ്രൈവർമാരല്ല. ഓട്ടോ ഡ്രൈവർമാരിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 20 പേര് മാത്രമേ മോശപ്പെട്ട ഉടമയുള്ളൂ. 80% ആളുകളും നല്ലവരാണ്. അത് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. 10-30 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന എൻ്റെ സ്നേഹാലയത്തിൻ്റെ സഹകാരികളായ ആളുകളെ എനിക്കറിയാം. അവരെല്ലാവരും അവരെ മക്കളെ പഠിപ്പിക്കുന്നതും അവരെ കുട്ടികളെ വളർത്തുന്നതും എല്ലാം ഈ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അവരതിൻ്റെ ആ ജോലിയെ
മഹത്വം മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള, അവരോട് നല്ല രീതിയിൽ പെരുമാറാനും, അവർ ഒരു സാധാരണ ഒരു കഷ്ടതയുള്ള ആളുകളായിട്ട് കാണാതെ അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മളുടെ ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഈ ജോലിയിൽ മാത്രം, വേറെ ഒരു മാർഗവുമില്ലാതെ ഈ തൊഴിലിനെ ആശ്രയിച്ച് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടോറിക്ഷയിൽ കയറുന്ന യാത്രക്കാർ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അവരോട് അധികം പിശിക്കണ്ട. ആവശ്യത്തിന് എന്ന് വെച്ചാൽ 10 രൂപ കൂടുതൽ കൊടുത്താൽ അതിനുള്ള ഗുണം എന്താ വെച്ചാൽ എവിടെ കണ്ടാലും, കൊടുത്തില്ലെങ്കിലും സ്നേഹനിധികൾ തിരിഞ്ഞു നോക്കാതിരിക്കില്ല. പക്ഷേ 10 രൂപ കൂടുതൽ കൊടുത്താൽ എന്നും ആ ഒരു സ്നേഹവും നന്ദിയും കടമയും കടപ്പാടും അവർക്ക് യാത്രക്കാരോടുണ്ടാവും. അതിലൊരു തർക്കവും വേണ്ട.